ഓർഫനേജിൽ നിന്ന് ഭൂമിയെ വിളിച്ചിട്ട് സിസ്റ്റർ പറയുന്നുണ്ട്. ഭൂമിയുടെ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റിനുള്ള കാര്യങ്ങളെല്ലാം ഓർഫനേജ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂമി ഒന്ന് ഇങ്ങോട്ട് വരൂ, ഫസ്റ്റ് എമൗണ്ട് മേടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കെട്ടണം, അതിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട്, ഒരു സർപ്രൈസ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമി അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഫാദർ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ട് കെട്ടണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് പൈസ കെട്ടുന്നുണ്ട്. പൈസ കെട്ടിയിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ ഭൂമിയുടെ അച്ഛനെ തിരിച്ചു തരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭൂമിക്ക് അത് കേട്ടത് ഒരുപാട് സന്തോഷമായിട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിത് വേഗം പോയി എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയട്ടെ, ഞാനൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഭൂമിയുടെ വീട്ടിലാണെങ്കിൽ ഫംഗ്ഷൻ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അച്യുതനും അംബികയും കൂടെ റിഹേഴ്സൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് വാതിലടയ്ക്കുന്നുണ്ട്. വാതിലടച്ച ശേഷം അവർ റിഹേഴ്സൽ നടത്തുന്നുണ്ട്. ഒരു കള്ളുകുടിയൻ്റെയും ഒരു ഭാര്യയുടെയും അങ്ങനെയുള്ള ഒരു കോംബോ ആണ് അവർ ചെയ്യുന്നത്. അപ്പോൾ പുറത്തു നിന്ന് കേൾക്കുന്നവർ വിചാരിക്കുന്നത് അവരെന്തോ വഴക്കിടണ് എന്ന് പറഞ്ഞിട്ട്, ഇത് എന്താ സംഭവം, ഇയാൾ എന്നും ഇങ്ങനെയാണ്, എപ്പോഴും കള്ളു കുടിച്ചിട്ട് വഴക്കുണ്ടാക്കാറുണ്ട്, ഞങ്ങൾ അറിയാറുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു അയൽവാസി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ട് അത് ടി വിയിലായിരിക്കുമോ എന്ന് കരുതുന്നുണ്ട്. അങ്ങനെ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എല്ലാവരും. അച്യുതനും അംബികയുടെ റൂമിൽ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ കത്തിയെടുത്ത് കുത്താൻ പോകുന്ന ഒരു രംഗമാണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ പോകുമ്പോഴേക്കും കട്ടിലിനടിയിൽ നിന്നും ഭവാനി അയച്ച കൊലയാൾ എണീറ്റ് വരുന്നുണ്ട്. എണീറ്റ് വന്നിട്ട് അംബികയെ അങ്ങോട്ട് തട്ടിമാറ്റുന്നുണ്ട്. തട്ടിമാറ്റിയതും ഒരു ഇതിൽ ജനലിൽ പോയിട്ട് തലയടിച്ചിട്ട് അങ്ങനെ മയങ്ങി വീഴുകയാണ്. അതിനുശേഷം അച്യുതനെ ബാക്കിൽ നിന്ന് കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വീഴാറായ പോലെ നിൽക്കുകയാണ്. പുറത്താണെങ്കിൽ അജയും പോലീസുകാരെല്ലാവരും കൂടി എത്തിയിട്ടുണ്ട്. എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് സത്യദാസ് പറയുന്നുണ്ട്. എങ്ങനെയും വാതിൽ തുറന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് വാതിൽ പൊളിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. എന്നിട്ട് അവരങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഉള്ളിലാണെങ്കിൽ അംബിക പെട്ടെന്ന് മയക്കത്തിന് എണീറ്റതും അച്യുതൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛേട്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോഴാണ് ബ്ലഡ് കാണുന്നത്. ബ്ലഡ് കണ്ടെന്ന് പുറകോട്ട് നോക്കിയപ്പോൾ കത്തി കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അംബിക കത്തി വലിച്ചെടുക്കലും പോലീസുകാർ പുറത്തുനിന്ന് അകത്ത് കയറുന്നതും ഒരുമിച്ചായിരുന്നു. അപ്പോൾ പോലീസുകാർ കണ്ടപ്പോൾ വിചാരിച്ചത് അംബികയാണ് കുത്തിയത് എന്നാണ്. നാടകം എഴുതിയ ഒരു ലെറ്റർ അവിടെ നിന്ന് കിട്ടുകയും ചെയ്തു. അതിൽ ഭർത്താവിനെ കൊല്ലണം എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അംബികയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഭൂമി വന്നിട്ട് ഇതെല്ലാം കാണുന്നുണ്ട്. കണ്ടതും അച്ഛാ എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. കരഞ്ഞിട്ട് അമ്മയെ കൂട്ടിയിട്ട് പോകരുത്, അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, സാർ പ്ലീസ് സാർ കൊണ്ടുപോകല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു പോലീസിൻ്റെ പ്രൊസീജിയറാണ്, ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതാണ്, പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളെ കൊണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് മാലയെല്ലാം അഴിച്ചു മാറ്റുന്നുണ്ട് ദേഹപരിശോധന നടത്താൻ വേണ്ടിയിട്ട്. അംബികയുടെ താലിമാല ഊരി കയ്യിൽ പിടിച്ചുകൊണ്ട് അംബിക കരയുന്നുണ്ട്. അത് കണ്ടിട്ട് അജയ് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഭൂമിയാണെങ്കിൽ ഒരേ കരച്ചിലാണ്. അമ്മയും പോയി അച്ഛനും പോയി വണ്ടിയിൽ വന്നിരുന്നിട്ട് കരയുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരികയാണ്. അത് കണ്ട് ഭൂമി ഒരുപാട് കരയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.